നമ്മൾ ജീവിതത്തിലെ പലവിധത്തിലുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് ഇന്ന് ഈ സന്നിധാനത്തിലേക്ക് ഓടിയെത്തിയിരിക്കുന്നത് ദൈവവുമായി ചേർന്ന് ആനന്ദിക്കുവാനാണ്. അതിൻ്റെ നിയമപ്രകാരം സർവകർമ്മങ്ങളിലും പൂർണ്ണമായും ബന്ധിച്ചിരുന്നെങ്കിലേ ആത്മാവ് ആനന്ദിക്കുകയുള്ളൂ. ഇപ്പോൾ ആശ്രമത്തിൽ പോകുന്നു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അവിടെ ഇന്ന നേർച്ചകളൊക്കെ കൊടുക്കുന്നു, അല്ലെങ്കിൽ വിശേഷാൽ ഹാരം അർപ്പിക്കുന്നു, അല്ലെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും നമുക്ക് പറയാം. എത്രത്തോളം ഹൃദയം ഈ ആരാധനയോട് ബന്ധിക്കുന്നു അത്രത്തോളം മാത്രമേ ആശ്വാസവും ആനന്ദവും അനുഭവമാകുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും മാറിയിരുന്നുകൊണ്ട് സംസാരിക്കരുത്. ഓഡിറ്റോറിയത്തിലും പുറത്തിരിക്കുന്ന സന്താനങ്ങളോട് പ്രത്യേകമായി പറയുകയാണ്, നമ്മൾ വന്നിരിക്കുന്നത് ആരാധനയ്ക്കാണ്. നമുക്കിനിയും പറഞ്ഞു തീരാത്ത കുശലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരാധനയൊക്കെ കഴിഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ആരാധനാ സമയത്ത് ആരാധനയിൽ മാത്രമായിരിക്കണം ശ്രദ്ധ, അല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ മൊബൈൽ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഒരു വിധത്തിലുള്ള അപശബ്ദങ്ങൾ ഈ ആരാധനയിൽ ഉണ്ടാക്കാൻ പാടില്ല. വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഈ ആദർശത്തെ സ്വീകരിച്ച് അനുസരണയോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ആരാധനയുടെ സൽഫലത്തെ ആത്മാവിൽ അനുഭവമാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നിയമങ്ങൾ പാലിച്ച് ജീവിതം ചെയ്യുക. ആത്മനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു.
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആർത്തി ഉള്ളവർക്ക് മാത്രമേ ആശ്വാസം ഉണ്ടാകുള്ളൂ. വല്ലതും വലിച്ചുവാരി തിന്നുന്നതിനുള്ള ആർത്തിയാണോ? അല്ല. ആത്മനാഥനെ ആത്മാവിൽ കാണണം, ആശ്വാസം അനുഭവിക്കണം, ആനന്ദിക്കണം എന്ന ആർത്തി ഉണ്ടാവണം. അങ്ങനെ വന്നു ചേരുന്നവർക്കും അങ്ങനെ ജീവിതം ചെയ്യുന്നവർക്കും മാത്രമേ ആശ്വാസം ഉണ്ടാകുള്ളൂ. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരൻ ഈ കലിയുഗത്തിൽ, കലിയുഗമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുരാണങ്ങളിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നത് പോലെ മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന അവസ്ഥ, ചെറുപ്രാണികൾ പോലും ലോകം നശിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ വളരെ കൃത്യമായി പുരാണങ്ങളിൽ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്? സത്യമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. സത്യമുള്ളിടത്ത് നിയമമുണ്ട്, നിയമമുള്ളിടത്ത് സത്യമുണ്ട്. നിയമവും സത്യവുമായി വളരെ പരസ്പര ബന്ധമുണ്ട്. ആ വിധത്തിൽ നിയമത്തിൽ കൂടി ജീവിച്ച് നിങ്ങളെ ഈ ആപത്തിൽ നിന്നെല്ലാം രക്ഷിക്കുവാനാണ് സർവശക്തി കലിയുഗത്തിൽ ഇപ്രകാരം ഒരു നിയമം ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അണുവിട പോലും അതിന് ഒരു വ്യത്യാസവും വരുത്താതെ കൃത്യമായി ആരെല്ലാം പാലിച്ച് ജീവിക്കുന്നു അവർക്ക് സത്യത്തിൽ നിന്നുള്ള സുഖാനുഭവസ്ഥത ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് എന്നും ജീവിക്കുവാൻ കഴിയും. അതാണ് ആശ്വാസമായി ലഭിക്കുന്നത്. ഈ അറിവിൽ കൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. അപ്പോൾ ഈ കലിയുഗത്തിൽ ദൈവം ഇപ്രകാരം അവതാരമായി വന്ന് വളരെ ലളിതമായ രീതിയിൽ നിങ്ങളിലേക്ക് ഈ മഹാസത്യത്തെ അനുഭവമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് കളഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉന്നതമായ ഭാഗ്യത്തിലെത്താൻ കഴിയുകയില്ല. മുമ്പ് ഞാനൊരിക്കൽ ഒരു കഥ പറഞ്ഞു. ഒരു സന്യാസിയാകാൻ വേണ്ടി ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ചു. ആ മന്ത്രം ഉരുവിട്ട് ആ മന്ത്രത്തിൻ്റെ മൂർത്തിയെ അവരുടെ ഉള്ളിൽ സ്വാധീനമാക്കണം. അതാണ് അതിൻ്റെ മന്ത്രദീക്ഷ പൂർത്തിയാകുന്ന. അങ്ങനെയാണ്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന സ്ത്രീജനങ്ങൾ ഈ മന്ത്രം ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം ഇങ്ങനെ ഗുരുവിൻ്റെ ആ നാവിൽ നിന്ന് വളരെ രഹസ്യമായി തൻ്റെ കർണത്തിലേക്ക് കിട്ടിയ ഈ മന്ത്രം എങ്ങനെയാണ് ഇവരിങ്ങനെ പാട്ടുപോലെ പാടിക്കൊണ്ട് പോകുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ വളരെയേറെ ദുഃഖമുണ്ടായി. കാരണം എന്നെ ഗുരു പറ്റിച്ചതാണോ എന്ന് തന്നെ ചിന്തിച്ചു. അങ്ങനെയല്ല, എന്തെങ്കിലും കാര്യം കാണും എന്ന് വിചാരിച്ച് വീണ്ടും പോകുമ്പോൾ കുറേ കുട്ടികൾ, ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ, അവർ പറയുന്നു ഈ മന്ത്രം, ഈ രഹസ്യമായി കൊടുത്ത മന്ത്രമാണ് അവർ പറഞ്ഞു നടക്കുക. അതും കൂടെ ആയപ്പോഴത്തേ പിന്നെ സഹിച്ചില്ല, ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അപ്പം ഇങ്ങനെ ആ ഉള്ളിലെ രോഷവും സങ്കടവും എല്ലാം കൂടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗുരു പലരോടും ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ സങ്കടങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെന്ന് നിന്നു. ക്ഷമ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അറിയാൻ കഴിയാതെ മനസ്സിങ്ങനെ വളരെയേറെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുകയാണ്. അവസാനം ഗുരു ചോദിച്ചാൽ എന്താ വാ, ഒരു ഇന്ന പോലൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്, എന്താണ് അതിന് കാരണം? അപ്പോൾ ഇത്രയും സംഘർഷഭരിതമായി ചെന്ന ആളിന് ഗുരുവിൽ നിന്ന് ലഭിച്ചത് മൗനം മാത്രമാണ്, മറുപടി ലഭിച്ചില്ല. ഇപ്പോഴാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ അന്നില്ല, അവിടെ കാത്തു നിന്നു, മണിക്കൂറുകളോളം ഇല്ല, ഉത്തരവില്ല. പിറ്റേന്നും വന്നു. കുറച്ചു നേരം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാണ്ഡത്തിനകത്തു നിന്നൊരു കല്ലെടുത്ത് കൈ കൊടുത്തു. ഇത് കേട്ട പല ആളുകൾ കൂട്ടത്തിലുണ്ടാവും. ഈ കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും കൊണ്ട് ചന്തയിൽ പോകണം, ഇതിൻ്റെ വില തിരക്കണം, പല കടകളിൽ കയറി ഇതിൻ്റെ വില തിരക്കണം, കൊടുക്കരുത്, എത്ര വില പറഞ്ഞാലും കൊടുക്കരുത്, തിരിച്ച് സാധനം ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കണം, നിർബന്ധമാണ്, കൊടുക്കരുത് എന്ന് പറഞ്ഞു. വില അന്വേഷിച്ചാൽ മാത്രം മതി. അവൻ ആദ്യം അങ്ങോട്ട് പോകുമ്പോൾ ഒരു പച്ചക്കറി കടയാണ് കണ്ടത്. അവിടെ കയറി ഈ കല്ല് കാണിച്ചു. അയാൾ തിരിച്ചും മറിച്ചൊക്കെ, ഇത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമുള്ള കല്ലല്ല, വല്ല എന്തെങ്കിലും ഉപയോഗിക്കാം, വല്ലത് കട്ടിയായിട്ടോ വല്ല ഉപയോഗിക്കാം, 1 കിലോ വെണ്ടയ്ക്ക തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കല്ലിൻ്റെ വില എത്ര? 1 കിലോ വെണ്ടയ്ക്കയാണ്. തൊട്ടടുത്ത് കയറി പലചരക്ക് കടയാണ്. അവിടെ ചെന്നപ്പോൾ അയാളും പറഞ്ഞു അതുപോലെ 1 കിലോ മുളക് കൊടുത്തേക്കാവുന്നു. അപ്പോൾ ഇച്ചിരൂടെ വില കൂടി 1 കിലോ മുളകായി. അതിന് തൊട്ടടുത്ത കട മീൻ കടയാണ്. അവിടെ ചെന്നപ്പോൾ ഈ ഒരു കൂട്ടം മീനങ്ങ് എടുത്തോ, കല്ലും ഞാൻ നേരം പറഞ്ഞു. അപ്പോൾ കൊടുക്കാനുള്ള വില അറിയാനാന്ന് പറഞ്ഞു.
അടുത്ത കടയിൽ കയറി ഇങ്ങനെ പല കടകളിൽ കയറി ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് അവസാനം ഒരു സ്വർണ്ണക്കടയിൽ ചെല്ലുക. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇത് അങ്ങനെ സ്വർണ്ണത്തിൻ്റെ കൂടെ ഒന്നും ഉപയോഗിക്കുന്ന കല്ലൊന്നും അല്ല, ഇവിടെ വേണ്ട. അല്ല എന്നാലും ഇതിൻ്റെ വില, അത് ഗുണമില്ലാത്ത സാധനത്തിന് എന്ത് വില പറയാനാണ്, ഇവിടെ ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ രത്ന വ്യാപാരി കയറി ചെന്നു. സാധാരണ അവിടെ രത്നങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം കയറി ചെന്നപ്പോൾ ഈ തർക്കം കണ്ടുകൊണ്ടാണ് ചെല്ലുന്നത്. എന്താ കാര്യം? അത് ഇയാൾ പറയുന്നത് ഈ കല്ലിന് ഇത് വല്ലത്തിനും കൊള്ളാവുന്ന കല്ലാന്ന് തോന്നുന്നു, സ്വർണ്ണക്കടക്കാരൻ. അപ്പം അത് കാണട്ടെ എന്ന് പറഞ്ഞ് രത്ന വ്യാപാരി മേടിച്ചു. അദ്ദേഹം തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയാൽ ലെൻസുമൊക്കെ വെച്ച് നിന്ന് പിടിച്ചു നോക്കി ചോദിച്ചു, എൻ്റെ കയ്യിലിപ്പോൾ ഇത്ര രൂപയുടെ രത്നവും അതിനകത്ത് ഇത്ര രൂപയുമുണ്ട് ഈ പെട്ടിക്കുള്ളിൽ, ഇത് മുഴുവൻ അങ്ങ് തന്നേക്കാം, ഇതിന് തരാൻ പറഞ്ഞു. പറഞ്ഞു, തരാനല്ലേ, എൻ്റെ വിലയൊന്നും അറിയാനാണ്, ഞാൻ എനിക്കുള്ള സ്വത്ത് മുഴുവൻ എഴുത്തരായി കല്ലിഞ്ഞ് തന്നായിരുന്നു പറഞ്ഞു. ഇത് തരാനല്ല, ഇത് എൻ്റെ ഗുരു എനിക്ക് തന്നതാണ്, ഞാൻ തരത്തില്ല. എവിടെയാ ഗുരു? ഞാൻ വന്ന് അദ്ദേഹത്തിനോട് കാല് പിടിച്ച് അപേക്ഷിക്കുക, എനിക്ക് ഈ കല്ല് കിട്ടിയത് ഇത് അത്യപൂർവമായ ഒരു കല്ലാണ്, ലോകത്തിനിത് ലഭിക്കുകയില്ല, വളരെ വിരളമായി ലഭിക്കുന്ന ഒരു കല്ലാണ്, ഇതിൻ്റെ വില ആർക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ആ ഗുരുവിന് പോലും ഒരുപക്ഷെ ഇത് അറിയത്തില്ലായിരിക്കും. അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനിതിന് എത്ര കോടി രൂപ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ, ഇത് കൊടുക്കാനല്ല, ഇതിൻ്റെ വില അറിയാനാണ്. അപ്പോൾ പറഞ്ഞില്ല, ഇത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടെ വേണ്ട വരണ്ട, അദ്ദേഹം തരത്തില്ല, തരാനല്ല. അപ്പോൾ ഇതും കൊണ്ട് ശിഷ്യൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്ന് ഈ കല്ല് കയ്യിലോട്ട് കൊടുത്ത് നെടുമ്പാട് വീണവൻ നമസ്കരിച്ചു, കരഞ്ഞുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്. കാരണം ഗുരു അവന് കൊടുത്തത് എന്താണ്? ഒരു ഗുണപാഠമാണ് കൊടുത്തത്. പലരും പലതും പറയും, പല രീതിയിൽ ചിന്തിക്കും, പലരും പല രീതിയിൽ കൊണ്ടു നടക്കും. പക്ഷേ ഇതിനെ അറിയുന്നവൻ എന്തറിയും? ഗുരുവിൻ്റെ വിലയറിയും, ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ വിലയറിയും. അറിയേണ്ടതറിയുവാൻ അഖിലേശ കനിയണേ, അറിയേണ്ടതറിയുവാൻ അഖിലേശ കനിയണേ, അറിവിൻ്റെ പൂർണ്ണരൂപ ഗുരുവരനേ. ഈ പ്രാർത്ഥന ഓരോ നിമിഷവും ഓരോരുത്തരിലും ഉണ്ടാകണം, ഒരു നിത്യപ്രാർത്ഥനയായി തീരണം. അറിയേണ്ടത് അറിയുവാൻ അഖിലേശ കനിയണേ. എന്താണ് അറിയേണ്ടത്? എന്താണ് നമ്മൾ അറിയേണ്ട അറിവ്? എന്താണ് അറിയേണ്ടത്? അവനവനെ അറിയുന്ന അറിവല്ലോ, അവനവനവനല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്, അറിവായി അകതാരിൽ കരുതേണ്ടത്, അറിവായി അകതാരിൽ കരുതേണ്ടത്. അവനവനെ അറിയുന്ന അറിവ്, ആത്മബോധം, അതാണ് അറിയേണ്ട അറിവ്. അതറിഞ്ഞില്ല എങ്കിൽ എന്തറിഞ്ഞിട്ടും കഥയില്ല. അതുകൊണ്ട് ആ അറിവിലെത്തുവാൻ ഗുരുനാഥൻ ഉര ചെയ്യുന്ന മഹാസത്യങ്ങളെ ആത്മാവിൽ സ്വീകരിച്ച് സത്യനിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. സർവഹൃദയങ്ങളും ആത്മബോധത്തിലെത്തുമാറാകട്ടെ, സർവാത്മാക്കളും ശുഭാനന്ദത്തിൽ ലയിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ ആരാധനയിൽ എത്തിച്ചേരുവാൻ നിങ്ങളെ ഈശ്വരൻ അനുവദിച്ചതാണ്. ഇത് നഷ്ടമാക്കാതെ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആരാധനയിൽ തന്നെ മനസ്സർപ്പിച്ച് ഗുരുമുഖത്തേക്ക് നോക്കി തിരുശബ്ദങ്ങൾ വീണ്ടും വീണ്ടും എൻ്റെ കർണപുടങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കിത്തരണമേ എന്ന് യാചിച്ചുകൊണ്ട് കാത്തിരിക്കുക. മഹാശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗുരുവരൻ്റെ തിരുവചനം ബ്രഹ്മജ്ഞാനമല്ലയോ, ഗുരുവരൻ്റെ തിരുവചനം ബ്രഹ്മജ്ഞാനമല്ലയോ, ബ്രഹ്മരൂപം പ്രാപിപ്പാനാ വചനമൊന്നു മാത്രം മതി, ബ്രഹ്മരൂപം പ്രാപിപ്പാനാ വചനമൊന്നു മാത്രം മതി.
അധിവാസവും അനുഗ്രഹവും ഭക്തലോകത്തിൽ സ്ഥിരമായി നിലനിർത്തുവാനുള്ള വ്യവസ്ഥയാണ് ഈ ബ്രഹ്മജ്ഞാനങ്ങളായി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ ഈ ആരാധനയുടെ ആരംഭത്തിൽ പറഞ്ഞ കഥ പോലെ ആ വിധത്തിൽ ചിന്തിച്ചാൽ അതിൻ്റെ വില അറിയുകയില്ല. തിരിച്ച് എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയത് ആ പരമാർത്ഥമാണ്, അല്ലെങ്കിൽ പരലോകജ്ഞാനമാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം. ആ തിരിച്ചറിവോടുകൂടി അതിനെ ആശ്രയിച്ച് ജീവിച്ചെങ്കിലേ പറയുന്ന ഓരോ ശബ്ദങ്ങളും അതിൻ്റെതായ വിലയ്ക്ക് എടുക്കുകയുള്ളൂ. ആ കൃത്യവും സത്യവുമായ ആ രീതിയിൽ അതിനെ പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനാകുന്ന ഗുരുവിൻ്റെ മഹത്വം ആദ്യം ഓരോ ആത്മാവിലും വ്യവസ്ഥപ്പെടുത്തി ഉറപ്പിക്കണം. അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ വില മനസ്സിലാവുകയില്ല. ആ എത്ര വലിയ കാര്യം നടത്തിയെന്ന് പറഞ്ഞാലും, എന്തെല്ലാം ബാഹ്യമായ ഘോഷങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞാലും, ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എങ്ങനെയാണോ ഗുരുവിനെ സ്വീകരിക്കുന്നത് അപ്രകാരമേ അതിൽ അനുഭവം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണോ സ്വീകരിക്കുന്നത് ആ നിലയിലായിരിക്കും, ആ സ്വീകരിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചായിരിക്കും അതിൽ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഹൃദയാനന്ദം പകർന്നു ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം എവിടെയാണ് ഇരിക്കുന്നത്? അവരവരുടെ ഹൃദയത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയമൊരുക്കി നിങ്ങൾ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. ഹൃദയേശൻ ഹൃദയത്തിൽ എഴുന്നള്ളിടും. ഓ അളവില്ലാത്ത പരമാനന്ദം തരുവാൻ ആത്മനാഥൻ തയ്യാറാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറുള്ളവരൊന്ന് കൈവരുത്തി കണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. 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 നിയമമെന്നുള്ളതു നിലവിളക്ക്, നാമമെന്നുള്ളതു സദ്ഗുരുതാ. നിയമമെന്നുള്ളതു നിലവിളക്ക്, നാമമെന്നുള്ളതു സദ്ഗുരുതാ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നിയമമെന്നുള്ളതു നിലവിളക്ക്, നാമമെന്നുള്ളതു സദ്ഗുരുതാ.
വെളിച്ചം കൂടാതൊരു പ്രവൃത്തി ചെയ്യുവാൻ ഒരുവർക്കും ഒരു നാളും സാധ്യമല്ല. അറിയാമെന്നുള്ളിൽ കരുതിയാലും ലക്ഷ്യത്തിലെത്തുവാൻ സാധ്യമല്ല. അറിയാമെന്നുള്ളിൽ കരുതിയാലും ലക്ഷ്യത്തിലെത്തുവാൻ സാധ്യമല്ല. നിയമമെന്ന ദീപം കൂടെയുണ്ട്, മാർഗതടസ്സം വരുകയില്ല. നിയമമെന്ന ദീപം കൂടെയുണ്ട്, നിയമമെന്ന ദീപം കൂടെയുണ്ട്, മാർഗതടസ്സം വരുകയില്ല. വെളിച്ചം മുൻപേ നിന്നെ നയിച്ചിടുന്നു, നാമം രൂപത്തിൽ എത്തിക്കുന്നു. വെളിച്ചം മുൻപേ നിന്നെ നയിച്ചിടുന്നു, നാമം രൂപത്തിൽ എത്തിക്കുന്നു. വെളിച്ചം മുൻപേ നിന്നെ നയിച്ചിടുന്നു, നാമം രൂപത്തിൽ എത്തിക്കുന്നു. നാമമാം സദ്ഗുരു രൂപത്തിലെത്തിയാൽ ആനന്ദമല്ലാതെ ഒന്നുമില്ല. നാമമാം സദ്ഗുരു രൂപത്തിലെത്തിയാൽ ആനന്ദമല്ലാതെ ഒന്നുമില്ല. നിയമമില്ലാതാർക്കും നാമമില്ല, നാമമില്ലാതൊരു നിയമമില്ല. നിയമമില്ലാതാർക്കും നാമമില്ല, നാമമില്ലാതൊരു നിയമമില്ല. നിയമമില്ലാതാർക്കും നാമമില്ലാതൊരു നിയമമില്ല. വളരെ ആലോചിച്ച് കീർത്തിക്കേണ്ട കീർത്തനങ്ങളാണ് ഇതൊക്കെ. വളരെ ആലോചിച്ച് കീർത്തിക്കേണ്ട കീർത്തനങ്ങളാണ് ഇതൊക്കെ. നിയമമില്ലാതെ നാമമില്ല, നിയമമില്ലാതെ നാമമില്ല, നാമമില്ലാതെ ഒരു നിയമവുമില്ല. നാമമില്ലാതെ ഒരു നിയമവുമില്ല. കാരണം നാമമില്ലെങ്കിൽ പിന്നെ നിയമത്തിന്റെ ആവശ്യമുണ്ടോ? നാമമില്ലെങ്കിൽ പിന്നെ നിയമത്തിന്റെ ആവശ്യം. നാമം ഉള്ളത് കൊണ്ടാണ് ഈ ഉണ്ടായ ലോകം ഉണ്ടായി വന്നത്. നാമം ഉള്ളതുകൊണ്ടാണ് ഈ ഉണ്ടായ ലോകം ഉണ്ടായി വന്നത്. നാമമെന്ന് പറയുന്നത് ഗുരുരൂപമാണ്. നാമം എന്ന് പറയുന്നത് ഗുരുരൂപമാണ്. ആ ഗുരുരൂപത്തിൽ നിന്നാണ് സർവ്വതും ഉളവായി വന്നത്. ഗുരുരൂപത്തിൽ നിന്നാണ് സർവ്വതും ഉളവായി വന്നതിനെ നിലനിർത്തുവാനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഉളവായി വന്നതിനെ നിലനിർത്തുവാനാണ് നിയമങ്ങൾ ഈ ഉണ്ടാക്കിയത്. നിയമത്തിൽ കൂടി അല്ലാതെ ഗുരുവിനെ അറിയുവാൻ കഴിയില്ല. നിയമത്തിൽ കൂടി അല്ലാതെ ഗുരുവിനെ അറിയുവാൻ അതുകൊണ്ടാണ് കഴിയില്ല. നിയമമില്ലാതാർക്കും നാമമില്ല, നാമമില്ലാതൊരു നിയമമില്ല.
നാമം സ്തുതിക്കുക. നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിക്കുക. നിയമമില്ലാതെ നമുക്ക് വഴി നടക്കാൻ പറ്റുകയില്ല. നിയമമില്ലാതെ നമുക്ക് വഴി നടക്കാൻ പറ്റുകയില്ല. വഴി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി പോകുന്ന കാര്യമല്ല. വീട്ടിലോട്ട് പോകുന്ന വഴി പോകുന്ന ഉത്ഭവിച്ച ആത്മാക്കൾ ആകമാനം വീണ്ടും ഉത്ഭവ സ്ഥാനത്തേക്ക് എത്തിയിടണം. സത്യം ഉത്ഭവിച്ച ആത്മാക്കൾ ആകമാനം വീണ്ടും ഉത്ഭവ സ്ഥാനത്തേക്ക് എത്തിയിടണം. അവിടേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങളെ വിവിധ വഴികളിൽ കൂടി ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോകാനാണ് നമ്മളെ വിവിധ വഴികളിലൂടെ ഒരുങ്ങുവിൻ സഹോദരരെ, ഒരുങ്ങുവിൻ സഹോദരരെ, ഒരുങ്ങുവിൻ നിത്യാനന്ദ രാജ്യത്തിൽ അങ്ങ് എത്തിച്ചേരുവാൻ. ഒരുങ്ങുവിൻ സഹോദരരെ, ഒരുങ്ങുവിൻ സഹോദരരെ, നിത്യാനന്ദ രാജ്യത്തിൽ അങ്ങ് എത്തിരുവാനായി. ആ ഒരുക്കം എന്ന് പറയുന്നത് എന്താണ്? നല്ല സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഇച്ചിരി മേക്കപ്പൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഒരു വിഗ്ഗൂടൊക്കെ വെച്ച് മീശയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല സിമ്പിളക്കൊട്ടനായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഒരുക്കം. അതാണ് ഒരുക്കം. 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധ വ്രതം കൃത്യമായി പാലിച്ചാൽ എന്താണ് അവസ്ഥ? മൂർത്തി താൻ തന്നാകും. ആരാണ് താൻ? ആത്മാവല്ലാതെ ഉള്ള വസ്തുക്കൾ ഒന്നും നിത്യമല്ല. താനല്ലാതൊന്നും ഭൂമിയിലില്ല എന്നുള്ള സത്യം. താനല്ലാതൊന്നും ഭൂമിയിലില്ല എന്നുള്ള സത്യം. താനല്ലാതൊന്നും ഭൂമിയിലില്ല എന്നുള്ള സത്യം. താനല്ലാതൊന്നും സത്യം. താനല്ലാതൊന്നും ഭൂമിയിലില്ല എന്നുള്ള സത്യം. അറിയുവാൻ താനല്ലാതെ ആരുമില്ല ഈ ലോകത്തിൽ.
മുന്നോട്ടുള്ള യാത്രയിൽ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ ആ ഏകത്വത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ഏകത്വത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിനുള്ള വഴി തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ ഈ നിയമം ഉണ്ടെങ്കിലേ സാധ്യമാകും. അതിനുള്ള വഴി തടസ്സപ്പെടാതിരിക്കണമെങ്കിൽ ഈ നിയമം ഉണ്ടെങ്കിലേ സാധ്യമാകൂ. സൂര്യനെന്ന വെളിച്ചം ഉള്ളതുകൊണ്ടാണ് പകൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. സൂര്യനെന്ന വെളിച്ചം ഉള്ളതുകൊണ്ടാണ് പകൽ നമുക്ക് ഇറങ്ങി രാത്രിയിൽ എത്ര പരിചയമുള്ള സ്ഥലമായാലും രാത്രിയിൽ എത്ര പരിചയമുള്ള സ്ഥലമായാലും അല്പമെങ്കിലും വെളിച്ചമില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അല്പമെങ്കിലും വെളിച്ചമില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കാരണം കഴിയില്ല. വെളിച്ചത്തിന്റെ ആവശ്യം മനുഷ്യന് അത്യാവശ്യമാണ് എന്നതുപോലെ വെളിച്ചത്തിന്റെ ആവശ്യം മനുഷ്യന് അത്യാവശ്യമാണ്. മനുഷ്യന് മനുഷ്യ കർമ്മങ്ങൾക്ക് അത്യാവശ്യം എന്നതുപോലെ മനുഷ്യന് മനുഷ്യ കർമ്മങ്ങൾക്ക് അത്യാവശ്യം എന്നതുപോലെ ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് എത്തുവാൻ ആ നിത്യ വെളിച്ചമാകുന്ന സത്യസ്വരൂപൻ നൽകുന്ന നിലവിളക്കാകുന്ന നിയമത്തെ അത്യാവശ്യമാണ്. ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് പോകാൻ സത്യസ്വരൂപൻ ദാനം ചെയ്യുന്ന നിയമമാകുന്ന വെളിച്ചം നമുക്ക് അത്യാവശ്യമാണ്. നിയമം നിലവിളക്കാവുന്ന വെളിച്ചം നമുക്ക് ആവശ്യമാണ്. നിയമം നിലവിളക്കാവുന്ന വെളിച്ചം നമുക്ക് ആവശ്യമാണ്. നിലവിളക്കിനോട് ഉപമിച്ചിരിക്കുന്നത് പ്രകാശമായതുകൊണ്ടാണ്. നിലവിളക്കിനോട് ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശം. അങ്ങനെ നിയമമാകുന്ന പ്രകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് ജ്ഞാനരൂപനാകുന്ന ഗുരുവെങ്കിലേക്ക് എത്തുവാനുള്ള വഴിയാണ് ആത്മബോധോദയ സംഘം. നിലവിളക്കാവുന്ന വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ജ്ഞാനരൂപനാകുന്ന ഗുരുവിലേക്ക് എത്തുവാനുള്ള വഴിയാണ് ആത്മബോധോദയ സംഘം. അങ്ങനെ ആത്മബോധോദയ സംഘത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ എത്രമാത്രം ത്യാഗം സഹിച്ചു, എത്ര കഷ്ടത സഹിച്ചു, എത്ര പട്ടിണി കിടന്നു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. പുതിയതായി വരുന്നവർക്ക് അതൊന്നും കാര്യമായി അറിയുകയില്ല. പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. എന്തിനു വേണ്ടി? ദൈവം അവതാരമായി വന്ന് നടത്തുന്ന സ്ഥാപനമാണിത്. ഇതിൽ കൂടി ദൈവരൂപത്തെ കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും കഴിയും എന്നൊരാത്മാവിൽ ബോധ്യപ്പെട്ട് കഴിയുമ്പോഴും എന്റെ ദൈവം ഇങ്ങനെ ത്യാഗം സഹിച്ചോ എന്നൊരു ചിന്ത അങ്കുരിക്കണം. എന്തിനു വേണ്ടി? ത്യാഗബോധം ആത്മാവിൽ നിന്ന് മറവായി പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. കാരണം അല്പമാത്രമായി വെളിച്ചത്തിലേക്കൊന്ന് പ്രവേശിക്കുമ്പോ പലർക്കും അഹങ്കാര ചിന്തകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജഡമോഹാനുരാഗാദികളും വക്രതകളും സ്വാർത്ഥതകളും ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ത്യാഗബോധം ആത്മാവിൽ നിലനിന്നെങ്കിലേ കഴിയുള്ളൂ. ജ്ഞാനമുള്ളവർക്കേ ത്യാഗമുള്ളൂ. ത്യാഗമുള്ളവർക്കേ ബോധമുള്ളൂ. ബോധമുള്ളവർക്കേ ആത്മരൂപാന്തരമുള്ളൂ. ആത്മരൂപാന്തരം നടന്നെങ്കിലേ ശുഭാനന്ദ രൂപം കാണാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അനുഷ്ഠിച്ച മഹാതപസ്സും ത്യാഗങ്ങളും ഇന്ന് പുതിയതായി വന്നു ചേർന്നിരിക്കുന്നവരും പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഇതെല്ലാം പടുത്തുയർത്തിയത്. എന്നാൽ വലിയ ആഡംബരങ്ങളൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ മഹാരാജാവിനെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. കാരണം കയറി കിടക്കാൻ സ്ഥലമില്ല. ഒരു പാദം ചവിട്ടി എന്ന് ദൈവമേ എന്ന് വിളിക്കാൻ അനുവാദമില്ല. ഒരു നേരം നല്ല ആഹാരം കഴിക്കാനില്ല. നല്ല വെള്ളം കുടിക്കാനില്ല. ആരും അംഗീകരിക്കാനില്ല. ആ വിധത്തിൽ ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്ന ആ സന്ദർഭത്തെ കുറിച്ച് എന്റെ സന്താനങ്ങൾ എപ്പോഴും ഓർക്കണം. എന്തിനു വേണ്ടി? എങ്കിലേ ഇതിന്റെ രുചിയും ഇതിന്റെ ഗുണവും ഇതിന്റെ സുഖവും നിങ്ങളുടെ ആത്മാവിൽ ഭവിക്കുകയുള്ളൂ. ചില ആളുകൾക്കൊരു ചിന്താഗതിയുണ്ടോ, ഇത്രയൊക്കെ വളർന്ന് പിന്നെ പിന്നെ എന്തിനാ ഈ പാട്ടിന് കിടന്ന കഥയൊക്കെ പറയുന്നു, വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഒരു ആരാധനയ്ക്ക് നമ്മുടെ ഒരു സന്യാസിനിയും ഒരു ആരാധനയ്ക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ആ കുടുംബത്തിലെ ഐശ്വര്യവും അതിന്റെ നല്ല അവസ്ഥയും ഭഗവാന്റെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടായ അവരുടെ ഉയർച്ചയൊക്കെ കണ്ട് സന്തോഷമായിട്ട് അവിടെ നിന്ന് ആരാധന നടത്തി. നടത്തിയ കൂട്ടത്തിൽ അനുഭവ സാക്ഷി പറയാൻ എഴുന്നേറ്റു. അപ്പൊ പറഞ്ഞു, ആ ഗൃഹനാഥൻ ആദ്യകാലത്ത് മദ്യപിച്ചുകൊണ്ട് ഈ ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ച കഥയൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഭഗവാൻ വീണ്ടെടുത്താണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് നന്ദിപൂർവ്വം അവിടെ അറിയിച്ചു. ആരാധന കഴിഞ്ഞ് ഈ ഗൃഹനാഥൻ ആകെ അങ്ങ് തിരിഞ്ഞ്
ആരാധനകളിൽ ഇടറാതെയാകുകയും ചെയ്യും. അതൊക്കെ പണ്ട് നടന്ന കാര്യമില്ല, അതൊക്കെ ഇപ്പോൾ നടന്ന ഈ ആളുകളോടൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആകെ അങ്ങ് തിരിഞ്ഞ് സന്യാസിനിയമ്മയോട് അങ്ങ് പിണങ്ങി. സന്യാസിനിയോട് പറഞ്ഞു. സന്യാസിനിയമ്മ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഭഗവാനോട് പറഞ്ഞു, സന്യാസിനിയമ്മ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഭഗവാനോട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടായി, അടിയൻ ഇങ്ങനെ ആ സന്തോഷം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ, ഭക്തന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ഭക്തന് വലിയ വിഷമമായി പോയി എന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല, വരട്ടെ, ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം 2 ദിവസം കഴിഞ്ഞാണ് വന്നത്. 2 ദിവസം വന്നില്ല, ആ ഒരു മനോവിഷമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്ത് പറ്റി, എങ്ങനെ പറ്റി? സന്യാസിയമ്മ അറിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. ഇവിടെ വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ല, പഴയതുപോലെ തന്നെ പരമഭക്തനായിട്ട് വന്നു, ദക്ഷിണയെ കൊടുത്തു, സന്തോഷമായിട്ട്. എന്തുകൊണ്ട് ഭക്തനെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്, സന്തോഷമാണോ? ഒന്നും വിഷമിക്കരുത് കേട്ടോ. ഇല്ലേ, സന്തോഷം. അത് ഭഗവാന്റെ മുന്നിൽ അറിയിച്ചു കഴിയുമ്പോൾ ആ വിഷമം അങ്ങ് മാറി. പക്ഷേ പെട്ടെന്ന് ആ മായാചിന്തയാണ് എന്തിനാ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. കഷ്ടമേ സഹിച്ചല്ലോ കർമ്മഫലമായോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ദാനം സംഭാവന ചെയ്യുന്നതോ സന്തോഷമായി നൽകുന്നതോ ഒക്കെയായ കാര്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ അനുഭവത്തിലായി വരുമ്പോൾ എപ്പോഴും ഓർക്കണം, പറയാനായി വന്നു പരിഹാസം കേട്ടു, പരിശ്രമിച്ചതിൻ ഫലം അനുഭവിക്കുന്നു. നമ്മൾ ആഹാരം കഴിക്കാൻ എടുത്തു വെക്കുമ്പോഴായാലും, വിശിഷ്ട വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴായാലും, വിശിഷ്ടമായ വാഹനങ്ങൾ കയറി യാത്ര ചെയ്യുമ്പോഴായാലും, നല്ല തൊഴിൽ ലഭിക്കുമ്പോഴും, മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും, അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന എന്ത് കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും ഈ മഹാത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ അതൊക്കെ അനുഭവിച്ചാൽ, നന്ദിയോടുകൂടി ഇത് അനുഭവിച്ചാൽ ഒരിക്കലും ഗുരുവിനെ വിട്ട് പിരിഞ്ഞു പോവുകയില്ല. എന്നും ആനന്ദത്തിൽ ജീവിക്കുവാൻ
ജീവിക്കുവാൻ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും. എന്നും ആനന്ദത്തിൽ ജീവിക്കുവാൻ കാരണം നിങ്ങൾ സ്മരിക്കുന്നത് ഗുരുവിനെയാണ്. നമ്മൾ സ്മരിക്കുന്നത് ഗുരുവിനെയാണ്. നിങ്ങൾ സ്മരിക്കുന്നത് ഗുരുവിന്റെ ത്യാഗകർമ്മങ്ങളെയാണ്. നമ്മൾ സ്മരിക്കുന്നത് ഗുരുവിന്റെ ത്യാഗം. അങ്ങനെ നന്ദിയുള്ള ഹൃദയങ്ങളിൽ തുള്ളിക്കളിച്ചിടുന്നുണ്ട്. നന്ദിയുള്ള നന്ദിയുള്ള ഹൃദയങ്ങളിൽ തുള്ളിക്കളിച്ചിടുന്നുണ്ട്. നല്ലവനാം വല്ലഭനാം സദ്ഗുരുദേവൻ നന്ദിയുള്ള ഹൃദയങ്ങളിൽ തുള്ളിക്കളിച്ചിടുന്നുണ്ട്. നല്ലവനാം വല്ലഭനാം സദ്ഗുരുദേവൻ നന്മയില്ല എങ്കിൽ നന്ദി ആത്മാവിൽ ഉദിക്കയില്ല. നന്മയില്ല എങ്കിൽ നന്ദി ആത്മാവിൽ ഉദിക്കയില്ല. നല്ലവനാം വല്ലഭനെ കാണുകയില്ല. നന്മയില്ല എങ്കിൽ നന്ദി ആത്മാവിൽ ഉദിക്കയില്ല. നല്ലവനാം വല്ലഭനെ കാണുകയില്ല. നല്ലവനെ കാണുവാനും തന്നോടൊത്തു ചേരുവാനും നല്ലവനെ കാണുവാനും നല്ലവനെ കാണുവാനും തന്നോടൊത്തു ചേരുവാനും നന്മയിൽ നീ നിരന്തരം ജീവിതം ചെയ്യാൻ നല്ലവനെ കാണുവാനും ചേരുവാനും നന്മയിൽ നീ നിരന്തരം ജീവിതം ചെയ്യാൻ നന്മയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കൈമുതലായി വെക്കേണ്ടത്. നന്മയാണ് ഏറ്റവും പ്രധാനമായി കൈമുതലായി തിന്മയെല്ലാം പാടെ വെടിയണം. തിന്മയെല്ലാം പാടെ വെടിയണം. തിന്മ ഏതാണെന്നും നന്മ ഏതാണെന്നും ആദ്യം തിരിച്ചറിയണം. തിന്മ ഏതാണെന്നും നന്മ ഏതാണെന്നും ആദ്യം എന്നിട്ട് തിരിച്ചറിയണം. തിന്മയെല്ലാം പാടെ ഉപേക്ഷിക്കണം. തിന്മയെല്ലാം പാടെ ഉപേക്ഷിക്കും. അപ്പോൾ നന്മ നമ്മുടെ കരസ്ഥമാകും. അപ്പോൾ നന്മ നമ്മുടെ കരസ്ഥമാകും. അങ്ങനെ കരസ്ഥമാക്കി ജീവിക്കുമ്പോൾ അങ്ങനെ കരസ്ഥമാക്കി നല്ലവനാകുന്ന വല്ലഭനോടൊത്തു എന്നും ആനന്ദമായി ജീവിക്കുവാൻ കഴിയും. നല്ലവനാകുന്ന വല്ലഭനോടൊത്ത് എന്നും ആനന്ദിച്ച് ജീവിക്കുവാൻ ഇങ്ങനെ ആത്മീയമായ ഉണർവും ഉന്മേഷവും നൽകുന്ന ബ്രഹ്മജ്ഞാനങ്ങളെ ദാനം ചെയ്ത് ആത്മലോക മധ്യത്തിൽ ആത്മനാഥൻ വാഴുമ്പോൾ ഇങ്ങനെ ആത്മീയമായ ഒരു ഉപേക്ഷ നൽകുന്ന ആത്മീയജ്ഞാനങ്ങളെ ദാനം ചെയ്ത് ആത്മനാഥൻ ആത്മലോകത്തിൽ വാഴുമ്പോൾ ഇത് വേണ്ട വിധത്തിൽ ബോധ്യപ്പെടാൻ ആത്മലോകത്തിൽ പ്രാപ്തിയില്ല. ഇത് വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുവാൻ ആത്മലോകത്തിൽ കാരണം പല വിധത്തിലുള്ള കർമ്മദോഷങ്ങളാൽ ആത്മാവ് മന്ദീഭവിച്ചിരിക്കുകയാണ്. പല വിധത്തിലുള്ള കർമ്മദോഷങ്ങളാൽ ആത്മാവ് അന്തീഭവിച്ചു. അപ്പൊ അവരുടെ ഇടയിൽ ഈ നിയമങ്ങളെ പാലിപ്പിക്കുവാനുള്ള ഒരു വഴി, അവരുടെ ഇടയിൽ ഈ നിയമങ്ങളെ പാലിപ്പിക്കുവാനുള്ള ഒരു വഴി, താന്താങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ താന്താങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി ചില മാറ്റങ്ങൾ ഗുരുവിന്റെ അറിവിനെ അതിലേക്ക് ഉൾപ്പെടുത്തി ഗുരുവിന്റെ തിരുവറിവിനെ അതിലേക്ക് ഉൾപ്പെടുത്തി അതിനെ ഗുരുകർമ്മമാക്കി തീർത്തുകൊണ്ടാണ് ആദർശത്തെ ലോകത്തിൽ നടപ്പാക്കി തുടങ്ങിയത്. അതിനെ ഗുരുകർമ്മമാക്കി തീർത്തുകൊണ്ടാണ് ആദർശത്തെ ലോകത്തിലേക്ക് നടപ്പാക്കി. അങ്ങനെ നടപ്പാക്കിയ ഒരു നിയമമാണ് നമ്മുടെ ഉത്രാട പൂജ. അങ്ങനെ നടപ്പാക്കിയ ഒരു നിയമമാണ് നമ്മുടെ ഉത്രാടം. ലോകരംഗത്ത് നടത്തിക്കൊണ്ടിരുന്നതാണ്. നടത്തിക്കൊണ്ടിരുന്ന കാരണം കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാണ് അതിന്റെ നിയമം. കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാണ് അതിന്റെ നിയമം. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ സൗജന്യ കിറ്റ് വിതരണവും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓണം അങ്ങനെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. പട്ടിണിയുടെയും വെറുതെയുടെയും ഒക്കെ കാലഘട്ടം മാറിപ്പോയി. ഓണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമിതമായ വ്യയം ചെയ്ത് ധനം നഷ്ടമാക്കുന്ന ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്.
ആഘോഷമാക്കി മാറ്റി. അങ്ങനെ ഒരു ആഘോഷമായി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ആഘോഷമായി മാറ്റി. അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വസ്തു ഏതാണെന്ന് അറിയുമോ? ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കഴിഞ്ഞ വർഷവും വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മുടെ പത്രങ്ങളിലൊക്കെ പ്രിന്റ് ചെയ്ത് വന്നതാണ്. എത്ര കോടി രൂപയുടെയാണ് വിൽക്കുന്നത്? എന്താ വിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് എന്താണ്? അരിയാണോ? പിന്നെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യമാണ് ലോകം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പണ്ട് ആ മദ്യവും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ വെച്ചാണ് ഉത്രാട പൂജ നടത്തിക്കൊണ്ടിരുന്നത്. ഓണത്തിന്റെ തലേദിവസം ഇതെല്ലാം കൂടെ വെച്ച് അങ്ങ് ഒരുക്കും. അപ്പൊ ഒരു കോഴി, 2 കുപ്പി, അതുപോലുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അങ്ങ് വെച്ച് അങ്ങ് ഒരുക്കും. അപ്പൊ പിള്ളേരൊക്കെ ചെന്ന് നോക്കിക്കും, ഇത് എന്തുവാ അച്ഛനും അപ്പൂപ്പനും എല്ലാം കൂടെ ചെയ്യുന്നത് നോക്കിയിരിക്കും. എല്ലാം ഓടിച്ച് ഇവരെല്ലാം കൂടെ ഒരു പൂജയാണ്. അവിടെ ഇരുന്ന് അങ്ങ് പൂജിക്കും. പൂജ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഇപ്പുറത്തില്ല പിള്ളേരിരുന്ന് അരിയൊക്കെ ഉള്ളി പറക്കുക. ദൈവമേ, നാളെ ഓണം ഉണ്ണാനുള്ള അരി എല്ലാം എന്നൊക്കെ പറഞ്ഞ ഒരു തട്ടൊക്കെ തട്ടി ഇതെല്ലാം കൂടെ അപ്പൂപ്പനും അച്ഛനും അമ്മാവനും എല്ലാം കൂടെ ഒരു വരവാ. ഇടിച്ച് കയറി അടുക്കളയിൽ കൂടെ അവരിൽ ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ കയറി അങ്ങ് ഇറങ്ങപ്പെടുന്നത് ഓണം പൊടി പൂര എല്ലാം പോയി. അരിയും പോയി, പയറും പോയി, പച്ചക്കറിയും പോയി. എന്താ കാരണം? ഈ ബോധം കെടുത്തുന്ന സാധനം ഉള്ളിൽ കടന്നതാണ്. അവരുടെ ആനന്ദം അതാ, അവരുടെ ഓണവും അതാ. ഇതെല്ലാം കഴിച്ച എവിടെങ്കിലും പോയി ചുരുണ്ട് പട്ടി കിടക്കുന്ന പോലെ കിടക്കും, അവിടെ നിന്നിട്ട് പോകും. അവർക്ക് അതാ ഓണം. അതങ്ങ് മാറ്റി. ഇപ്പൊ നമ്മുടെ മാനുഭാവ ഒരു സാക്ഷി പറഞ്ഞപ്പോൾ പ്രധാനമായി പറഞ്ഞ കാര്യം അതാണ്. അഷ്ടാഹങ്കാരാദികളെ എല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് അഷ്ടൈശ്വര്യദായകനാകുന്ന ഗുരുവിനെ പൂജിക്കുന്ന ഗുരുപൂജ ഈ ലോകത്തിൽ സ്ഥാപിച്ച് ആത്മലോകത്തെ കൊണ്ട് നിയമങ്ങൾ പാലിപ്പിക്കുകയാണ്. അവിടെയാണ് ആ കൽപ്പന ഉണ്ടായത്. ഗുരുപൂജയല്ലാതെ ഒരു പൂജയൊന്നുമില്ല. പറയുമെങ്കിലും ഞങ്ങൾക്ക് ചില ചെറിയ കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്, അതും കൂടെ വേണം എന്ന് താല്പര്യമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തിക്കണ്ട. നമ്മുടെ ആളുകൾക്ക് അതൊന്നും വേണ്ട അല്ലേ? അതുവല്ലം വേണോ? ഇനിയും ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കും ഈ അന്ധകാര കയത്തിലേക്കും പോകേണ്ട ആവശ്യമുണ്ടോ? പാപകർമ്മം ചെയ്യരുതേ, നരകത്തിൽ നീ പോകരുതേ. പാപകർമ്മം ചെയ്യരുതേ, നരകത്തിൽ നീ പോകരുതേ. അരുതെന്നങ്ങു ചൊല്ലിയതൊന്നും ചെയ്യരുതേ, നീ ചെയ്യരുതേ. അരുതെന്നങ്ങു ചൊല്ലിയതൊന്നും ചെയ്യരുതേ, നീ ചെയ്യരുതേ. മദ്യപാനം ചെയ്യരുതേ, വ്യഭിചാരം നീ ചെയ്യരുതേ. മദ്യപാനം ചെയ്യരുതേ, വ്യഭിചാരം നീ ചെയ്യരുതേ. പരന്മാർക്കൊട്ടും ഉപദ്രവമായി ജീവിക്കല്ലേ മനുഷ്യ നീ. ഈ പരന്മാർക്കൊട്ടും ഉപദ്രവമായി ജീവിക്കല്ലേ മനുഷ്യ നീ.
സാധാരണക്കാരായ ജനങ്ങളിലേക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ സ്വർഗീയ നിയമങ്ങൾ എത്തിക്കുവാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഈ ഗുരുപൂജ. ഈ സ്വർഗീയ നിയമങ്ങൾ എത്തിക്കുവാൻ വേണ്ടി പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഈ അപ്പോ താൽക്കാലികമായെങ്കിലും ഒരു ഒരുക്കം ആ ഭവനങ്ങളിൽ നടക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ഒരു ഒരുക്കം ആ ഭവനങ്ങളിൽ നടക്കുകയാണ്. ഇന്നത്തെ പോലെ ആദ്യകാലങ്ങളിൽ കുടുംബാരാധനകളൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇന്നത്തെ പോലെ ആദ്യകാലങ്ങളിൽ കുടുംബാരാധനകളൊന്നും നടക്കുന്നില്ലായിരുന്നു. നിയമം വന്ന് നിയമം വന്ന് പാസ്സാക്കിയെങ്കിലും അത് നടത്താൻ ഒരു നിർവാഹവുമില്ല. കാരണം ഈ നാമം കേട്ടാൽ ഭവനം പോലും തല്ലി പൊളിച്ചു കളയും. അതാണ് അന്നത്തെ ലോകത്തിലെ അവസ്ഥ. അപ്പൊ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു വീട്ടിൽ ഓണം ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? ഒരു വിധത്തിലും ഒന്നും ചെയ്യുകയില്ല. കാരണം എല്ലാ വീട്ടിലും ഓണം ഒരുങ്ങുന്നതാണ്. അതാ കേരളീയന്റെ അവകാശമാണ്. ആ അവകാശത്തിന്റെ മേൽ ഈശ്വരന്റെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് സ്ഥാപിച്ച നിയമമാണ് ഉത്രാട പൂജ. അത് പാലിച്ചവർക്കുണ്ടായ സൗഭാഗ്യമോ അത് അവർണ്ണനീയമാണ്. എന്തുകൊണ്ട്? ഈ നിയമം പാലിച്ച് അതിനുവേണ്ടി ഒരുക്കപ്പെട്ടപ്പോൾ നിയമജ്ഞനാകുന്ന ഗുരു തന്നെ അവിടേക്ക് എഴുന്നള്ളത്തുണ്ടായി. ആ എഴുന്നള്ളത്തുണ്ടായപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ ഉദിക്കുമ്പോൾ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? പാപരാത്രി മാറട്ടെ, പാലാഴിയായി തീരട്ടെ. പാപബന്ധനത്താൽ മറവായി പോയ ഓരോ ജന്മങ്ങളും ഈ നിയമം പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രകാശമായി തീർന്നു. ആ നിയമം ഉള്ളിടത്തെല്ലാം ഗുരുനാഥൻ എഴുന്നള്ളത്തായി. ആ നേരിൽ കണ്ടവരുണ്ട്. അത് ഭാഗ്യവശാലുള്ള പല ഐശ്വര്യങ്ങൾ കൂടി അനുഭവിച്ചവരുണ്ട്. ആത്മീയമായ ഉണർവ് ഉന്മേഷവും അനുഭവിക്കുന്നവരുണ്ട്. ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഈ ഉത്രാട പൂജയോടുകൂടി നടത്തപ്പെട്ട പല ഭവനങ്ങളുണ്ട്. മുൻപ് അനേക വർഷം ഓണം ആഘോഷിച്ചെങ്കിലും ഗുരുവിന്റെ നിയമപ്രകാരം ജീവിതം ചെയ്ത് ഓണം ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ സന്തോഷം അനുഭവിച്ചറിയുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു സുഖമോ സന്തോഷമോ അവർക്ക് ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അവിടെ അറിവുകേടാണ് പ്രവർത്തിച്ചത്. ഗുരുവിന്റെ അറിവാകുന്ന നിയമത്തെ പാലിച്ചുകൊണ്ട് ഈ ഓണം ഒരുങ്ങി ഉണ്ണുവാൻ ആരംഭിച്ചപ്പോൾ ഗുരുവിന്റെ എഴുന്നള്ളത്ത് ഭവനങ്ങളിലും ഹൃദയങ്ങളിലും അനുഭവമാവുകയാണ്. അതാണ് ഒരു ഓണത്തിന് തന്നെ ഞാൻ പാടിയതാണ്. എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ, എന്നും സന്തോഷം, നമ്മൾ സത്യമായി ജീവിക്കുമ്പോൾ എന്നും സന്തോഷമോ, എന്നും സന്തോഷം നമുക്കെന്നും സന്തോഷമോ, നമ്മൾ സത്യമായി ജീവിക്കുമ്പോൾ എന്നും സന്തോഷം. അതുകൊണ്ട് ഗുരുവിന്റെ അറിവിനെ പരിപാലിച്ചുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും വളരെ ചിട്ടയായി അതിന്റെ ഒരുക്കങ്ങൾ നടത്തി നല്ലതായുള്ള വസ്തുക്കളെ അല്പാൽപമായി എടുത്തു വെച്ച് ആ കൃത്യം നിർവഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ശുഭാനന്ദ ദർശനം ഉണ്ടാകട്ടെ. ശുഭാനന്ദ ദർശനം ഉണ്ടാകട്ടെ. ശുഭാനന്ദ നമോശക്തി എഴുന്നള്ളി ദർശിക്കട്ടെ. സർവഭവനങ്ങളെ ഐശ്വര്യ സമ്പൂർണമാക്കി തീർക്കട്ടെ. അതിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സർവശക്തിദാസ് ഭൂതപരിവാര സമേതം എഴുന്നള്ളി നിലകൊള്ളുകയാണ്. അത് നിങ്ങളിൽ അനുഭവമാകുമാറാകട്ടെ. ഉന്നതമായ നിയമത്തെ പാലിച്ചുകൊണ്ട് ആ ഒരുക്കിന് വെക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവർക്കും പിറ്റേന്നും അതിന്റെ പിറ്റേന്നൊന്നും കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കാൻ പറ്റുകയില്ലല്ലോ. തന്നെയുമല്ല അങ്ങനെ കൊണ്ടുവന്നാൽ ഇവിടെ കൊണ്ടുവന്നത് ചീത്തയായി പോവുകയുള്ളൂ. അതുകൊണ്ട് അവരവർ തന്നെ അത് ഉപയോഗിച്ചിട്ട് ചീത്തയാകാത്ത സാധനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ച് ഇവിടെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുക മനസ്സിൽ സങ്കല്പിച്ചുകൂടെ കൊണ്ട് സമർപ്പിക്കുകയോ ചെയ്യാം. ഇപ്രാവശ്യം 14-ാം തീയതി ശനിയാഴ്ചയാണ് ഉത്രാട പൂജ.
ശനിയാഴ്ചയാണ് ഉത്രാടപൂജ. അപ്പോൾ തിരുവോണം വരുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ തിരുവോണം വരുന്നത് ഞായറാഴ്ച. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ ഓണം ഒരുങ്ങി ഉണ്ണാനിങ്ങനെ ഒരുക്കപ്പെട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഓണം ഒരുങ്ങി ഉണ്ണാൻ കാത്തിരിക്കുകയാണ്. വിശേഷപ്പെട്ട അതിഥികളെയൊക്കെ ക്ഷണിച്ച് വിശേഷപ്പെട്ട അതിഥികളെയൊക്കെ എല്ലാം ഒരുക്കി കൊടുത്തെല്ലാം സന്തോഷമായി അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ്. എല്ലാം ഒരുക്കി കൊടുത്തെല്ലാം സന്തോഷമായി അനുഭവിക്കാൻ. അപ്പൊ ശനിയാഴ്ച ഒരുക്കി വെച്ചത് വീണ്ടും ഞായറാഴ്ച കൂടെ കൊണ്ടുവന്ന് എത്തിക്കാൻ എല്ലാവർക്കും പറ്റുകയില്ല. ഞായറാഴ്ച ഇവിടെ അങ്ങോട്ട് എത്തിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഞാൻ പുതുക്കി അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം ഭഗവാൻ പുതുക്കി കൽപ്പിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ പലരും കൊണ്ടുവരും. ആവശ്യമുള്ള വസ്തുക്കൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ വില കൊടുത്ത് വാങ്ങിക്കാം. അങ്ങനെ എല്ലാം വാങ്ങി വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഒരുക്കി ഇവിടെ വെച്ച് ആരാധിച്ച് ആനന്ദിച്ച് ആഹാരവും കഴിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട്. അത് എല്ലാ ദിവസവും ഉള്ളതാണെങ്കിലും ഓണത്തിന് നമ്മൾ വിഭവസമൃദ്ധമായ എല്ലാ ഒരുക്കങ്ങളും ചെയ്യും. ഒരു ദിവസം ഭഗവാനോടൊത്ത് ഓണം ഉണ്ണുന്നു എന്നുള്ള സങ്കല്പത്തിൽ അനേകായിരങ്ങൾ വന്നു ചേരുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഇപ്രാവശ്യം നിശ്ചയിച്ചിരിക്കുന്ന 22-ാം തീയതി ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ചയിലേ നടത്താൻ പറ്റുകയുള്ളൂ. ഇട ദിവസം വെച്ചാൽ പലർക്കും അത് ബുദ്ധിമുട്ടാകും. വളരെ ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഒരു ആരാധന കൂടി സംബന്ധിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഞായറാഴ്ച സദ്യ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് എല്ലാവരും വന്ന് പങ്കെടുത്ത് ആരാധിച്ച് ആനന്ദിച്ച് ആ അമൃതം കഴിച്ചുകൊണ്ട് പോകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാം ഞാനിതാ ദർശിക്കുകയാണ്. നിങ്ങൾ അർപ്പിച്ച നേർച്ച കാഴ്ചകളെല്ലാം ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഉന്നതമായ നമ്മുടെ മഹാഗോപുരത്തെ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഈശ്വരൻ കൈക്കൊള്ളുമാറാകട്ടെ. അതിനുവേണ്ടി ഒരു അത്ഭുത ജന്മത്തെ ഈശ്വരൻ ഇവിടെ എത്തിച്ചു. ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ആയുസ്സും ആരോഗ്യവും കൊടുത്ത് മഹാശക്തി കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അവരുടെ കുടുംബങ്ങളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഈശ്വരനും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ആരാധന കഴിഞ്ഞ് ഇന്ന് സത്യം കേൾക്കാനായി ആവശ്യപ്പെട്ട പല ആളുകളുണ്ട്. വളരെ നാളുകളുണ്ട് വരികയും ഞാനിങ്ങനെ മുൻപോട്ട് നീട്ടി വെച്ചതാണ്. കാരണം ആദ്യം വരുമ്പോഴേ ഞങ്ങൾ സത്യം കേൾപ്പിക്കുന്ന രീതി ഇപ്പോൾ ഇല്ല. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് മനസ്സിലാക്കിയിട്ട് കേൾക്കുമ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടാകും. വരുമ്പോൾ ഉടനെ കേൾപ്പിച്ച ചില ആളുകൾക്ക് നമ്മൾ പെട്ടുപോയല്ലോ എന്നൊരു തോന്നൽ വരും. അങ്ങനെയുള്ളവരെ ഇവിടെ വേണ്ട. നമുക്ക് മനസ്സോടുകൂടി വരുന്നവരോട് ഞാൻ പലതവണ ചോദിക്കും, നിങ്ങൾ ഈ സംഘ നിയമപ്രകാരം മരണക്കിടക്ക് വരെ ജീവിക്കാൻ തയ്യാറാണോ? അങ്ങനെ പരിപൂർണമായി സമ്മതിക്കുന്നവരെ മാത്രമേ സത്യം കേൾപ്പിക്കുകയുള്ളൂ. നമുക്ക് അംഗബലം വർദ്ധിപ്പിച്ചിട്ടൊന്നും സാധിക്കാനല്ല. ജന്മാന്തര സുഹൃതം ഉള്ളവരെ തേടിപ്പിടിച്ച് അവരിലേക്ക് ജന്മാന്തരജ്ഞാനം നൽകി ജന്മമോക്ഷം കൊടുക്കുവാനാണ് ശുഭാനന്ദ ഗുരുദേവൻ വന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അർഹതയുള്ളവരൊക്കെ വന്ന് ചേർന്നുകൊണ്ടിരിക്കും. അവരെല്ലാം സത്യം സ്വീകരിച്ചുകൊണ്ടിരിക്കും. അവർ ആദർശത്തിൽ കൂടി ജീവിച്ചുകൊണ്ടിരിക്കും. അവർ ഈ ആനന്ദത്തിൽ ചേർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആനന്ദമേ പരമാനന്ദമേ ആദർശ കർമ്മത്താൽ ആനന്ദമേ ആദർശ ജീവിതമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ആദർശ ജീവിതമാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ആദർശ ജീവിതമാനന്ദമേ സർവ്വരും ആനന്ദത്തിൽ ലയിക്കുവാൻ തക്കവിധം ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്രാട പൂജ ഒരുക്കി ഗുരുവിനെ സ്വീകരിപ്പാൻ വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ പ്രകൃതിയിലെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ എത്തുമാറാകട്ടെ. നിങ്ങൾക്കത് അനുഭവമാകുമാറാകട്ടെ. നിങ്ങൾ ആനന്ദിക്കുമാറാകട്ടെ.
ഇതാ അടുത്ത് വരികയാണ്. വാർഷികം ഇതാ അടുത്ത് വരികയാണ്. കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ പോയി പങ്കെടുത്ത് കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ പോയി പങ്കെടുത്ത് അത് വൻപിച്ച വിജയമാക്കി തീർക്കുക. അവിടെയും ആനന്ദമായെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. സർവശാഖകളെയും സർവഭവനങ്ങളെയും സർവശാഖാശ്രമങ്ങളെയും വിദേശ രാജ്യങ്ങൾക്ക് എന്നെ നോക്കി കാത്തിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരൻ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ.